അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. വേദിയിലിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ സാരഥികളെ, പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജമാഅത്തെ ഇസ്ലാമി വിശദീകരണ സമ്മേളനം എന്ന പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളെക്കുറിച്ച് ഉദ്ഘാടന ഭാഷണത്തിലും അധ്യക്ഷ പ്രഭാഷണത്തിലുമൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇവിടെ നാം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം ഭീഷണമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഈ പശ്ചാത്തലം. തൊട്ടു മുമ്പ് അവതരിപ്പിച്ച പ്രമേയങ്ങളിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിവേഗം ഫാസിസവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നൂറ്റാണ്ടുകളായി ഈ രാജ്യത്ത് ജീവിപ്പിക്കുന്ന ജനവിഭാഗങ്ങളെ അവരുടെ വീടുകളിൽ നിന്നും കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തള്ളാനുള്ള ശ്രമം വളരെ ഭീകരമായ സ്വഭാവത്തിൽ ആസാമിൽ നടക്കുന്നു. പതിറ്റാണ്ടുകളായി തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കാനും അവർ ഈ രാജ്യത്തെ പൗരന്മാരല്ല എന്ന് നാളെ പ്രഖ്യാപിക്കാനും വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്ക് ബീഹാർ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിശക്തമായ പ്രക്ഷോഭ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച NRCയും CAAയുമൊക്കെ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഈ രാജ്യത്ത് നടപ്പാക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ മുസ്ലിങ്ങൾ നൂറ്റാണ്ടുകളായി ഈ രാജ്യത്ത് ജീവിച്ച മുസ്ലിങ്ങൾ, അവരുടെ പൂർവഗാമികളായ ആളുകൾ തങ്ങളുടെ ധനം സദുദ്ദേശത്തിന് വേണ്ടി ചെലവഴിച്ചതിൻ്റെ ഫലമായി ഉയർന്നു വന്ന ബില്യൺ കണക്കിന് രൂപയുടെ വിലമതിക്കാവുന്ന വഖഫ് സ്വത്തുകൾ വരെ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ മറ്റൊരു രൂപത്തിൽ നടക്കുന്നു. ഇങ്ങനെ ഫാസിസം അതിൻ്റെ സംഹാരാത്മകമായ ഘട്ടത്തിലേക്ക് പതുങ്ങി പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇന്ത്യ എന്ന മഹത്തായ ഈ രാജ്യത്ത് ഫാസിസത്തിനെതിരെയുള്ള സമരമുഖത്ത് ഉറച്ചു നിൽക്കേണ്ട ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും ഇതുപോലെയുള്ള സംവാദങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണോ എന്നാലോചിക്കുന്ന സന്മനസ്സുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഈ സദസ്സിലുണ്ടാകാം, നമ്മുടെ ചുറ്റുമുണ്ടാവാം. തീർച്ചയായും ഇത് തുടരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടല്ല ജമാഅത്തെ ഇസ്ലാമി ഇതുപോലെയുള്ള കടക്കേണ്ടി വന്നത്. േതരത്വത്തെ നിലനിർത്താനും ഇന്ത്യ എന്ന മഹത്തായ ആശയത്തെ സംരക്ഷിക്കാനും പണിയെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ശക്തികൾ തന്നെ ഫാസിസത്തിനെതിരെ ഉപയോഗപ്പെടുത്തേണ്ട ഊർജമത്രയും ജമാഅത്തെ ഇസ്ലാമിക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെതിരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മനസ്സുകളിൽ വിഷം കലർത്താൻ ആസൂത്രിതമായ ശ്രമം നടക്കുമ്പോൾ നമുക്ക് കൂടുതലൊന്നും ഇഷ്ടമില്ലെങ്കിലും സന്ദർഭത്തിൻ്റെ താല്പര്യം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണ സമ്മേളനം മാത്രമായി ഈ സമ്മേളനങ്ങളെ കണ്ടാൽ മതി. ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ 75 വർഷം ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്.
അതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ മതത്തെക്കുറിച്ചുള്ള വളരെ സാമൂഹികപരതയുള്ള ഒരാശയം മനുഷ്യ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തനം ആരംഭിച്ചത്. മതത്തെക്കുറിച്ച് മാർക്സ് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നാണ്. ഇത് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ പറയാറുള്ള ഒരു വിശദീകരണമുണ്ട്. മാർക്സ് അത്രമാത്രമല്ല പറഞ്ഞത്, ആത്മാവില്ലാത്ത ലോകത്തിൻ്റെ ആത്മാവും ഹൃദയമില്ലാത്ത ലോകത്തിൻ്റെ ഹൃദയവുമാണ് മതമെന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. മാർക്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും മതത്തെക്കുറിച്ച് ആധുനിക യൂറോപ്പ് മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾക്കപ്പുറമുള്ള ഒരു കാഴ്ചപ്പാടും മാർക്സിന് സമർപ്പിക്കാനുണ്ടായിരുന്നില്ല. പ്രബുദ്ധത കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന യൂറോപ്പിൻ്റെ ജ്ഞാനോദയ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ പുരോഗതിക്കു മുമ്പിലുള്ള ഏറ്റവും വലിയ തടസ്സമാണ് മതമെന്നും മതപൗരോഹിത്യമെന്നും മതാധിഷ്ഠിതമായ ശക്തികളെന്നുമുള്ള ശക്തമായ വിമർശനം മതത്തിനെതിരെ ഉയർന്നു വന്നപ്പോൾ ആ വിമർശനങ്ങളെ അതേപടി പകർത്തിക്കൊണ്ട് തന്നെയാണ് മാർക്സും സംസാരിച്ചത്. ഹൃദയമില്ലാത്ത ലോകത്തിൻ്റെ ഹൃദയമായി മതം മാറാറുണ്ടെങ്കിലും അടിസ്ഥാനപരമായി മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുകയും മനുഷ്യരനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുകയും ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ോടുമെല്ലാം തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന മർദ്ദനവും ചൂഷണവുമൊക്കെ ഒരു വിധിയാണ് എന്ന് മനസ്സിലാക്കി ക്ഷമിച്ചു കൊള്ളണമെന്നും പുലരാനിരിക്കുന്ന ഒരു സ്വർഗലോകത്ത് നിങ്ങൾക്കിതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നും പറഞ്ഞ് മനുഷ്യനെ മയക്കിക്കിടത്താൻ ശ്രമിച്ച ഒരു കറുപ്പ് തന്നെയായിരുന്നു മതമെന്നാണ് മതത്തെക്കുറിച്ച് മാർക്സ് പറഞ്ഞത്. ഞാനതിന് മാർക്സിനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം യൂറോപ്പിൽ അങ്ങനെയുള്ള ഒരു മതമുണ്ടായിരുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പേരിൽ, ജ്ഞാനാന്വേഷണത്തിൻ്റെ പേരിൽ ഗലീലിയോവിനെയും കോപ്പർനിക്കസിനെയും ബ്രൂണോവിനെയും കുറ്റവിചാരണ ചെയ്ത മതം, ഫ്യൂഡൽ ജന്മിമാരുടെ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി ജയ് വിളിച്ച മതം, ചൂഷണം അനുഭവിച്ച ജനതയുടെ രോദനങ്ങൾ കേൾക്കുന്നതിന് പകരം അരമനകളിൽ കുമിഞ്ഞുകൂടുന്ന സമ്പത്തിൽ കണ്ണു നട്ടുകൊണ്ട് മൗനം പാലിച്ച മതം. ഇത്തരം ഒരു മതത്തിനെതിരെയുള്ള വിമർശനം ചരിത്രത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരമൊരു മതത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം മാനവതയുടെ പക്ഷം ചേർന്നുകൊണ്ട്, മനുഷ്യരുടെ പക്ഷം ചേർന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു മതത്തെക്കുറിച്ച് സംസാരിച്ചു എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നിർവഹിച്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൗത്യം. പുരോഹിതന്മാരുടെ അരമന പള്ളിമൂലകളിൽ ഒതുങ്ങിപ്പോയ മതത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഏറ്റവും ധിക്കാരിയായ സ്വേച്ഛാധിപതിയായ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് മൂർച്ചയുള്ള നാവുമായി കടന്നു ചെന്നുകൊണ്ട് ബനു ഇസ്രായേൽ സമുദായത്തെ എൻ്റെ കൂടെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ പ്രവാചകൻ മോസസിൻ്റെ മതമുണ്ട്. പൗരോഹിത്യം തങ്ങളുടെ കീശ വീർപ്പിക്കാൻ വേണ്ടി സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്ത ചരിത്രഘട്ടത്തിൽ മതപുരോഹിതന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ വെള്ളതേച്ച ശവക്കല്ലറകളെ പോലെയാണ്. ശവക്കല്ലറയുടെ പുറം അഴകുള്ളതും മോടിയുള്ളതാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ജീർണിച്ച എല്ലിൻ കഷ്ണങ്ങളും അസ്ഥികൂടങ്ങളുമാണ്. അതുപോലെയാണ് നിങ്ങൾ ധരിച്ച ഈ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ മനസ്സും മലിനമാണ്, ജീർണിച്ചതാണ് എന്ന് പറഞ്ഞ് പൗരോഹിത്യത്തിനെതിരെ അതിശക്തമായ പോരാട്ടം നയിച്ച പ്രവാചകൻ യേശുവിൻ്റെ മതമുണ്ട്. ജനങ്ങളെ വെരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഭാരം അവരുടെ മുതുകിൽ നിന്നിറക്കി വെക്കുകയും അവരെ വെരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചങ്ങലകൾ അറുത്തുമാറ്റുകയും അവർക്ക് താങ്ങാനാവാതെ അവർ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഭാരം അവരുടെ മുതുകിൽ നിന്നിറക്കി വെക്കുകയും ചെയ്യുന്നവനാണെന്ന് പ്രകീർത്തിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതമുണ്ട്. എന്ന് ചോദിച്ചുകൊണ്ട് അറേബ്യൻ മണലാരണ്യത്തിൽ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളുടെ ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് സംസാരിച്ച മതം
മതത്തെയാണ് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മതമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ മതത്തെയാണ് സാമൂഹിക പരതയുള്ള മതമെന്ന് പറയുന്നത്. എനിക്ക് ുള്ളത് നിങ്ങൾക്ക് വേണ്ടത് പുരോഹിതന്മാരുടെ മതമാണോ? അതല്ല, സാമൂഹിക ഉള്ളടക്കമുള്ള രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഈ മതമാണോ? രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഈ മതത്തെ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല, മതം ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലും അങ്ങനെ തന്നെയാണ് ചരിത്രത്തിൽ മുന്നോട്ട് പോയത്. മാർക്സിസ്റ്റുകൾ മനസ്സിലാക്കണം, മതരാഷ്ട്രവാദത്തെക്കുറിച്ചുള്ള മതരാഷ്ട്രവാദമെന്ന് ആളുകളെ കബളിപ്പിക്കുന്ന വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കണം. അറബ് മുസ്ലിം കൊളോണിയലിസത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വിമോചന പോരാട്ടങ്ങൾ ഉണ്ടല്ലോ, ആ വിമോചന പോരാട്ടങ്ങൾക്കെല്ലാം തന്നെ മതത്തിൽ നിന്ന് പ്രചോദനം കൊടുക്കാന് വിപ്ലവത്തിന്റെ നാളുകളിൽ ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യം, സമത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറഞ്ഞുകൊണ്ട് ലൂയി രാജവംശത്തിന്റെ നെറികേടുകൾക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെ ഒറ്റിക്കൊടുക്കാനാണ് യൂറോപ്പിലെ മതരാഷ്ട്രം ശ്രമിച്ചതെങ്കിൽ, യൂറോപ്പിലെ പുരോഹിത മതം ശ്രമിച്ചതെങ്കിൽ, അൾജീരിയയിൽ ആധിപത്യം നേടിയ ഫ്രാൻസിന്റെ മോഹങ്ങൾക്കെതിരെ അൾജീരിയയിൽ വീരോതിഹാസമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് അബ്ദുൽ ഖാദിർ ജസായിരി എന്ന് പറയുന്ന മതപണ്ഡിതനായിരുന്നു. മുസോളിനിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റുകൾ ലിബിയയിൽ അധിനിവേശം നടത്തിയപ്പോൾ ഫാസിസ്റ്റ് അധിനിവേശത്തിനെതിരെ ചരിത്രത്തിലെ ഏറ്റവും ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് ഉമർ മുഖ്താർ, ഷഹീദ് ഉമർ മുഖ്താർ എന്ന് പറയുന്ന ഇസ്ലാമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട മതനേതാവായിരുന്നു. 1498 അധികാരമോഹവുമായി കൊളോണിയൽ വംശീയ മേധാവിത്വം സ്ഥാപിക്കാൻ വേണ്ടി 1498 വാസ്കോഡിഗാമ കോഴിക്കോട്ട് കപ്പലിറങ്ങിയപ്പോൾ ആ വാസ്കോഡിഗാമയെയും അനുചരന്മാരെയും 100 വർഷക്കാലം മലബാറിൽ കാലുകുത്താൻ അനുവദിക്കാതെ തടുത്തു നിർത്താൻ ഈ സംസ്ഥാനത്ത്, ഈ കേരളത്തിൽ നേതൃത്വം കൊടുത്തത് ചിതലരിച്ച മാർക്സിന്റെ ഏതെങ്കിലും മാനിഫെസ്റ്റോ ആയിരുന്നില്ല, മറിച്ച് വിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സൈനുദ്ദീൻ മഖ്ദൂമുമാരെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ രചിച്ച ഗ്രന്ഥങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട സമരമായിരുന്നു. എന്തിനധികം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള സമര പോരാട്ട രംഗത്ത് വരെ ഏറനാട്ടിലെയും ധീരമായ നിലപാട് സ്വീകരിക്കാൻ സാധിച്ചത് സാമൂഹിക ഉള്ളടക്കമുള്ള ഒരു മതത്തെ, രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരു മതത്തെ അവർ ഉൾക്കൊണ്ടതുകൊണ്ടാണ്. അതൊക്കെ മുസ്ലിങ്ങളുടെ മതപാരമ്പര്യമാണ്, അതൊന്നും ഈ മൗദൂദിയുടെ സംഭാവന അല്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. ഞാൻ പറയുന്നത് മൗദൂദി ഒരു പുതിയ ഇസ്ലാമിന്റെ ആ സാമൂഹിക പരതയുള്ളത് കൊണ്ടാണ്. സ്വാതന്ത്ര്യ പോരാട്ടം അത് മതപ്രവർത്തനമാണോ? അതിന് ഏറ്റവും വീരോജ്വലമായ സമരം അത് മതപ്രവർത്തനമാണോ? അതല്ല രാഷ്ട്രീയ പ്രവർത്തനമാണോ? ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ ഇന്നും പറയുന്നു, ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ആരുടെയും സമ്മതം ആവശ്യമില്ല. ഇത്തരം പ്രവർത്തനങ്ങളെ കേരളത്തിൽ ഇങ്ങനെ, കേരളത്തിന്റെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം തന്നെ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ആധിപത്യം നേടാൻ സാധിച്ച 2 സംസ്ഥാനം ബംഗാളാണ്. പല പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലും ബംഗാളിലും മുസ്ലിങ്ങൾ മതപ്രചോദിതമായ തിരിഞ്ഞ ിൽ നിന്ന് ആകൃഷ്ടരായി മുസ്ലിങ്ങള് ഈ നാടിന്റെ മണ്ണ് അനുകൂലമായി മാറ്റിമറിച്ചത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് പോലും ഈ സംസ്ഥാനങ്ങളിൽ ആധിപത്യം നേടാൻ സാധിച്ചത് എന്ന പഠനമുണ്ടായിട്ടുണ്ട്. 1919 നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ ബംഗാളിൽ കർഷകരെയും നെയ്ത്തു തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഹാജി ശരീഅത്തുള്ള എന്ന് പറയുന്ന മഹാനായ മത പണ്ഡിതൻ, അദ്ദേഹം നേതൃത്വം കൊടുത്ത ഫറായിദി പ്രസ്ഥാനം, ആ പ്രസ്ഥാനമായിരുന്നു കർഷകന്റെ ഭൂമി കർഷകന് എന്ന മുദ്രാവാക്യം ഉന്നയിക്കുന്നത്. ബംഗാളിലെ സാധാരണക്കാരായ നെയ്ത്തു തൊഴിലാളികളെയും
ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ താല്പര്യങ്ങൾക്ക് ജന്മിമാരൊന്നടങ്കം കൂട്ടിരുന്നപ്പോൾ സാധാരണക്കാരായ നെയ്ത്ത് തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഹാജി ശരീഅത്തുള്ള നടത്തിയ ഐതിഹാസികമായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനമാണ് ഇന്ത്യയിലെ തന്നെ കർഷകന്റെ ഭൂമി കർഷകനുള്ളതാണ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കപ്പെട്ട മുദ്രാവാക്യമെന്ന് ആദ്യമായി മുഴക്കപ്പെട്ട രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറെ ഒക്കെ സംഭവിച്ചത്. വാഗൺ മസാർക്കറിൽ ഈ വാഗൺ കൂട്ടക്കൊലയിൽ രക്തസാക്ഷികളാകേണ്ടി വന്ന മുസ്ലിങ്ങൾ, ഏറെ നാട്ടിലെയും വള്ളുവ നാട്ടിലെയും മുസ്ലിങ്ങൾ കർഷകന്റെ ഭൂമിയെക്കുറിച്ച് ജന്മിമാർ താല്പര്യങ്ങൾക്കെതിരെ അതിനനുകൂലമായ സമീപനം സ്വീകരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടത്തിന് കേരളം സാക്ഷ്യം വഹിച്ചത് അങ്ങനെയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അങ്ങനെയുള്ള ഒരു പോരാട്ടത്തിനൊന്നും ഇന്ത്യ സാക്ഷ്യം വഹിക്കാതിരുന്നപ്പോൾ കേരളവും പിന്നെ ടിപ്പു സുൽത്താനും ഹൈദരാലിയും ഒക്കെ മൈസൂറും ഒക്കെ സാക്ഷ്യം വഹിച്ചത് അങ്ങനെയാണ്. ഈ അനുകൂലമായ മണ്ണിലാണ് പിന്നീട് കർഷകന്റെ അവകാശങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞ ബ്രിട്ടീഷുകാർ ഈ സമരങ്ങളെ ചോരയിൽ മുക്കിക്കൊന്നു. മുസ്ലിങ്ങൾ നടത്തിയ ധീരോതിഹാസമായ പോരാട്ടങ്ങൾ, ബ്രിട്ടീഷ് അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾ ചോരയിൽ മുക്കിക്കൊല്ലപ്പെട്ടപ്പോൾ മണ്ണിലാണ് കമ്മ്യൂണിസം പോലും പിന്നീട് തഴച്ചു വളർന്നത് എന്ന പഠനം ഇന്ന് നമുക്ക് പുസ്തകങ്ങളിൽ ലഭ്യമാണ്. ഇതൊക്കെ മറച്ചു പിടിച്ചിട്ട് മതത്തെ വീണ്ടും പുരോഹിതന്റെ മൂലയിൽ കൊണ്ടുപോകാൻ, അവന്റെ അരമനയിൽ തളച്ചിടാൻ, അല്ലെങ്കിൽ അധികാര സിംഹാസനത്തിന്റെ അരമനകളിൽ മതത്തെ തളച്ചിടാൻ ശ്രമിക്കുമ്പോൾ മതത്തെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഒരു ഇസ്ലാമിക് മൂവ്മെന്റ് എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യേകത. ജമാഅത്തെ ഇസ്ലാമി ഇന്നും ഇന്നലെയും നാളെയും ഇത് തന്നെയാണ് പറയുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറയാൻ പോകുന്നതും. ജമാഅത്തെ ഇസ്ലാമി ഇത്തരമൊരു പ്രസ്ഥാനത്തെ മതരാഷ്ട്രവാദം, അപ്പോൾ ചില ചോദിക്കും എന്തുകൊണ്ടാണ് മതരാഷ്ട്രവാദം? മതരാഷ്ട്രവാദം എന്നത് യൂറോപ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രതിലോമപരമായ ഒരാശയമാണ്. ചരിത്രത്തിൽ വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പ്രതിലോമപരമായ ആശയമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജ്ഞാനാന്വേഷണങ്ങളെ തടുത്തു നിർത്തുന്ന പൗരോഹിത്യ ആധിപത്യം, പൗരോഹിതന്മാരുടെയും മതനേതാക്കന്മാരുടെയും ആധിപത്യം, ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, സ്വതന്ത്രാന്വേഷണങ്ങൾ പാടില്ല, മനുഷ്യൻ അവന്റെ യുക്തി ഉപയോഗിക്കരുത്, മനുഷ്യൻ ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്റെ ചിന്തയെപ്പോലും കൂച്ചുവിലങ്ങിട്ട ഒരു മതരാഷ്ട്രവാദം, ആ മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമിക്ക് ആ വാദമില്ല എന്നാണ് ജമാഅത്തെ. അതിന്റെ അർത്ഥം രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഇസ്ലാമിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പുറത്തുപോയി എന്നല്ല, രാഷ്ട്രീയ ഉള്ളടക്കം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ സംസാരിക്കുന്നത്. ഈ ഇസ്ലാമുമായി സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ ജമാഅത്തെ ഇസ്ലാമിക്കും പോഷക സംഘടനകൾക്കും വിലയിരുത്തേണ്ടി വരും. ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ പ്രക്രിയകളിൽ ഇടപെടേണ്ടി വരും. ഇവിടെ നടക്കുന്ന തെറ്റായ നിലപാടുകളെ ചോദ്യം ചെയ്യേണ്ടി വരും, വിമർശിക്കേണ്ടി വരും. അങ്ങനെ വിമർശിക്കുമ്പോൾ യഥാർത്ഥത്തിലെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളുമായി ജമാഅത്തെ ഇസ്ലാമി വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം ഇവിടെയാണ് കിടക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി സാധാരണ മതസംഘടനകളെ പോലെ പള്ളിമൂലകളിൽ ഒതുങ്ങുന്നില്ല. അത് രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്നു, വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു, പരിസ്ഥിതി വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ കുറിച്ച് അവതരിപ്പിക്കുന്നു. ഇത് അവതരിപ്പിക്കാനുള്ള അർഹത നിങ്ങൾക്കില്ല. കാരണം മതത്തെ എല്ലാ എന്നതുകൂടി മാർക്സത്തിന്റെ താല്പര്യമായിരുന്നു. യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ഇസ്ലാം ഈ സ്വഭാവത്തിൽ അങ്ങനെ റദ്ദ് ചെയ്യാതെ ഇസ്ലാമിനെ ഉജ്ജ്വലമായ ഒരാശയം നിർത്തുന്നതിലും നിലനിർത്തുന്നതിലും ശ്രദ്ധേയമായ പങ്കാളിത്തം വഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകൻ എന്നതാണ് മൗദൂദിയുടെ പ്രത്യേകത. മൗദൂദി എന്തുകൊണ്ട് കേരളത്തിൽ കബറിടത്തിലുള്ള മൗദൂദി മറുപടി പറയേണ്ടി വരും? കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സമരം നടന്നാലേ മൗദൂദി അങ്ങ് എവിടെയോ കബറിടത്തിലുള്ള മൗദൂദി അതിനും മറുപടി പറയേണ്ടി വരും. എന്താണ് മൗദൂദിയോടുള്ള ഇവരുടെ പ്രശ്നം? ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ പള്ളിമൂലകളിൽ ഒതുങ്ങുമായിരുന്ന മതത്തെ, അങ്ങനെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പായി മതം മാറുകയും ആ മതത്തിന്റെ മുഖത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ചുകൊണ്ട് ഭൗതികവാദത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ഒരു പ്രത്യയ ശാസ്ത്രമാണ് മാർക്സിസ്റ്റ് പ്രത്യയ ശാസ്ത്രം.
പക്ഷെ മാർക്സത്തിന്റെ ഭൗതികവാദത്തിനെതിരെ, മാർക്സത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ചരിത്രത്തിൽ സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന മാർക്സിസ്റ്റുകളുടെ മൂഢവിശ്വാസത്തെ മൗദൂദി തിരുത്തി കുറിച്ചു. അഥവാ മൗദൂദിയുടെ രചനകൾ അതിനെ ചോദ്യം ചെയ്തു. മതത്തിൽ നിന്ന് തന്നെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട്, മതത്തിന്റെ കൂടെ തന്നെ ചേർന്ന് നിന്നുകൊണ്ട്, മതവിശ്വാസികളായി നിലനിന്നുകൊണ്ട് തന്നെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാനും ഒരു പുതിയ ആകാശവും ഭൂമിയും രൂപപ്പെടുത്താനും മനുഷ്യർക്കാവുമെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം മൗദൂദി വിളിച്ചു പറഞ്ഞു. അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടാം ലോക യുദ്ധാനന്തരം സ്വാതന്ത്ര്യം പ്രാപിച്ച മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഒന്നടങ്കം തന്നെ മതപ്രചോദിതമായ, മതത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുന്ന സംഘങ്ങൾ രൂപപ്പെട്ടു. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴേക്കും മൗദൂദിയുടെ ഈ സംഘം വലിയ അപകടം പിടിച്ച ഒരു ആഗോള തീവ്രവാദമാണ് എന്നാണ് ഇപ്പോൾ സഖാക്കൾ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് മൗദൂദി ആഗോള തീവ്രവാദിയാകാനുള്ള കാരണം? രണ്ടാം ലോക യുദ്ധാനന്തരം എന്ന തീവ്രവാദം എന്ന പദം, അതുപോലെ തന്നെ മതമൗലികവാദം എന്ന പദം, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന പദം, ഈ പദം പോലും വികസിപ്പിച്ചത് മാർക്സിസ്റ്റുകളല്ല. അതുകൂടി നമ്മൾ അറിയണം. മാർക്സിസ്റ്റുകൾക്ക് സ്വന്തമായ പദാവലി പോലും വികസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ രണ്ടാം ലോക യുദ്ധാനന്തരമുള്ള ലോകഘടനയിൽ മതത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ ഏറ്റവും വലിയ ഭീഷണി ഉയർത്തിയത് മുതലാളിത്ത സംവിധാനങ്ങൾക്ക് നേരെയാണ്. പടിഞ്ഞാറൻ ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പടിഞ്ഞാറിന്റെ ആജ്ഞാനുസാരികളായി ജീവിക്കാൻ തീരുമാനിച്ച മുസ്ലിം നാടുകളിലെയും അറബ് നാടുകളിലെയും രാജാക്കന്മാർക്കും ഏകാധിപതികൾക്കുമെതിരെയുള്ള അതിശക്തമായ സമരങ്ങളും പ്രചാരണങ്ങൾക്കും ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുക്കുകയുണ്ടായി. അധികാര സിംഹാസനത്തിൽ അള്ളിപ്പിടിച്ചിരുന്നു കൊണ്ട് സാധാരണക്കാരുടെ പണം കവർന്നെടുക്കുന്ന രാജാക്കന്മാരുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി ആളുന്ന ചോദ്യങ്ങളുമായി ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. ഏക ഛത്രാധിപതികളായ ഭരണകൂടങ്ങളുടെ നെറുകേടുകൾക്കെതിരെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ സംസാരിച്ചു. സ്വാഭാവികമായും ഈ പ്രസ്ഥാനങ്ങളിലേക്ക് ജനങ്ങൾ ആകൃഷ്ടരാകുന്നത് കണ്ട മുതലാളിത്തവും പടിഞ്ഞാറൻ രാജ്യങ്ങളും ഈ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടി വികസിപ്പിച്ച പദാവലികളാണ് മതമൗലികവാദം, മതതീവ്രവാദം, മതരാഷ്ട്രവാദം, പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെയുള്ള പദാവലികൾ. ഈ പദാവലികൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് അതിശക്തമായി ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ചലനങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാനുള്ള ശ്രമമാണ് പടിഞ്ഞാറുണ്ടായത്. പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ലൈബ്രറികളിൽ ഇരുന്നു കൊണ്ട് ഗവേഷണം നടത്തിയ ഡെൻമാർക്കിലെയും അതുപോലെ തന്നെ ബ്രിട്ടനിലെയും ഫ്രാൻസിലെയും ജർമ്മനിയിലെയും യൂണിവേഴ്സിറ്റികളിൽ അവരുടെ സ്കോളർഷിപ്പോടുകൂടി പഠനം നടത്തിയ പല ആളുകളും തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച നുണപ്രചാരണങ്ങളുമായി, കൊടിയ വിഷപ്രചാരണങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ ആ പുസ്തകങ്ങൾ വായിച്ചിട്ട് സംസാരിക്കുകയാണ് കേരളത്തിലെ മാർക്സിസ്റ്റുകൾ. എനിക്ക് വല്ലാതെ സഹതാപമുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ടൂളുകളൊന്നും നിങ്ങളുടെ കൈവശമില്ലേ? മാർക്സിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലണ്ട് ലൈബ്രറിയിൽ ഇരുന്നു കൊണ്ട് മാർക്സിസ്റ്റ് വായിച്ചുണ്ടാക്കിയ പഠനങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ മാർക്സിസ്റ്റ് തിയറി തന്നെ ഉണ്ടാക്കിയത്. കേരളത്തിലെ മാർക്സിസ്റ്റുകളുടെ വളരെ വലിയ ഒരു ബുദ്ധിജീവിയായി അറിയപ്പെടുന്ന ആള് പരക്കെ നടന്ന് പ്രസംഗിക്കുകയാണ്, ലേഖനം എഴുതുകയാണ്. മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നമാണ് ജമാഅത്തെ ഇസ്ലാമി. അദ്ദേഹത്തിന്റെ ലേഖനത്തിന്റെ തീസീസാണ് അൽ ഇഖ്വാനുൽ മുസ്ലിമും ഷഹീദ് ബന്നയും സയ്യിദ് കുത്തുബും സയ്യിദ് മൗദൂദിയും ഒക്കെ ആധുനിക മുതലാളിത്തത്തിന്റെ, പടിഞ്ഞാറൻ മുതലാളിത്തത്തിന്റെ കുടലൂത്തുകാരാണ് എന്ന് പറയുമ്പോൾ തന്റെ 49ാമത്തെ വയസ്സിൽ കൈറോവിലെ തെരുവീഥികളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ വാലാട്ടിയായ ഫാറൂഖ് രാജാവിന്റെ നിറത്തോക്കുകൾക്ക് മുമ്പിൽ രക്തസാക്ഷിയായ ഒരു രക്തസാക്ഷിയെ കുറിച്ചാണ് ഈ നുണപ്രചാരണം നടത്തുന്നത് എന്ന ചരിത്രബോധമെങ്കിലും സഖാക്കളെ നിങ്ങൾക്കുണ്ടാകണം. ലോകത്തെവിടെയാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ കൊടലൂത്തുകരായത്? ലോകത്ത് മുഴുവൻ രാഷ്ട്രങ്ങളിലും ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പാശ്ചാത്യ മുതലാളിത്തത്തിലാണ് ഭീഷണിയായി മാറിയത്. തുർക്കിയും ഈജിപ്തും അൾജീരിയയും ജോർഡാനും മൊറോക്കോവും എന്ന് വേണ്ട അറബ് രാഷ്ട്രങ്ങൾ വരെ അതിന്റെ ഉദാഹരണമാണ്. ആധുനിക മുതലാളിത്തത്തിനെതിരെയുള്ള സമരരംഗത്ത് മാർക്സിസ്റ്റുകൾ പോലും പരാജയപ്പെട്ട ഒരു ചരിത്രഘട്ടത്തിലാണ് ലോകത്ത് രണ്ടാം ലോക യുദ്ധാനന്തരം സ്വാതന്ത്ര്യം പ്രാപിച്ച മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഒന്നടങ്കം തന്നെ പാശ്ചാത്യ മുതലാളിത്തത്തിനെതിരെയുള്ള
ഏറ്റവും ശക്തമായ ഒരു ചിന്താ പ്രവാഹമായി ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ മാറിയത്. ഇതുപോലും തിരിച്ചറിയാനില്ലെങ്കിൽ, ഇതുപോലും തിരിച്ചറിയാനുള്ള ബുദ്ധിപരമായ സത്യസന്ധത നിങ്ങൾക്കില്ലെങ്കിൽ, കഴിഞ്ഞ ഏതോ പതിറ്റാണ്ടുകൾക്ക് മുമ്പിൽ ഫ്രീസ് ചെയ്യപ്പെട്ട നിങ്ങളുടെ ബുദ്ധിശക്തിക്ക് പുഷ്പാർച്ചന നടത്താൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഇങ്ങനെ നിങ്ങൾ മാറാൻ പാടില്ല. ചരിത്രത്തെ വിലയിരുത്താൻ ജമാഅത്തെ ഇസ്ലാമിയോട് അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ സംവാദത്തിലേക്ക് വരാം. മാർക്സിസം, ഇസ്ലാം, ഹിന്ദുത്വം എന്ന് പറഞ്ഞിട്ട് 90കളിൽ തന്നെ മാർക്സത്തെയും ഇസ്ലാമിനെയും ഹിന്ദുത്വത്തെയും അതിന്റെ സമാധിയുടെയായ നേതാക്കന്മാരെ ഇതുപോലെയുള്ള ഒരു വേദിയിൽ അണിനിരത്തിക്കൊണ്ട് സംവാദം നടത്താൻ ധൈര്യപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് സംവാദങ്ങളോട് ഭയമില്ല. നിങ്ങൾക്ക് എവിടെ നിന്നാണ് മതമൗലികവാദം എന്ന പദാവലി കിട്ടിയത്? മാർക്സ് അങ്ങനെയുള്ള പദാവലി ഉപയോഗിച്ചിട്ടുണ്ടോ? എംഗൽസ് ഉപയോഗിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയ ഇസ്ലാമെന്നും മതരാഷ്ട്രവാദമെന്നുമുള്ള പദാവലി നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് പറയാനുള്ള സന്മനസ് നിങ്ങൾ കാണിക്കണമെന്നാണ് എനിക്ക് എൻ്റെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഇത് പറയുമ്പോൾ വീണ്ടും അവർ പറയും മൗദൂദി മതേതരത്വത്തിനെതിരാണ്, ജനാധിപത്യത്തിനെതിരാണ്, മൗദൂദി ഗോൾവാൾക്കർക്ക് തുല്യനാണ്. പറയുന്നത് കേൾക്കുമ്പോൾ ആളുകൾക്കും തോന്നും മൗദൂദിയുടെ ചില പുസ്തകങ്ങളിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നും ഉദ്ധരിച്ചിട്ടാണ് ഇത് പറയുക. മൗദൂദി മതേതരത്വത്തെ എതിർത്തിട്ടുണ്ടോ? എന്നാൽ മതേതരത്വം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം ആ സംവാദം ആരംഭിക്കേണ്ടത്. എന്താണ് മതേതരത്വം? ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഓതിയ കാലഘട്ടത്തിൽ എൻലൈറ്റ്മെന്റ് പീരീഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചരിത്രഘട്ടത്തിൽ മതത്തിന് സാമൂഹിക രംഗത്ത് പ്രവേശിക്കാൻ അനുവാദമില്ല. മതത്തെയും ദൈവത്തെയും മനുഷ്യർ കൈയൊഴിക്കണം, എന്നിട്ട് ലോജിക്കിന്റെയും യുക്തിയുടെയും പിറകെ മനുഷ്യൻ സഞ്ചരിക്കണം, എങ്കിൽ മാത്രമേ മനുഷ്യന് പുരോഗതി നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് രൂപം കൊണ്ട ഒരാശയമാണ് യഥാർത്ഥത്തിൽ സെക്യൂലറിസം എന്ന് പറയുന്ന, മതേതരത്വം എന്ന് പറയുന്ന ആശയം. സെക്യൂലറിസത്തിന്റെ രണ്ട് രൂപങ്ങളും, ഒന്ന് മതനിഷേധപരമാണ് എങ്കിൽ മറ്റൊന്ന് മതത്തിന്റെ സാമൂഹിക ഉള്ളടക്കത്തെയും രാഷ്ട്രീയ ഉള്ളടക്കത്തെയും നിരാകരിക്കുന്ന ആശയമാണ്. ഈ രണ്ട് രൂപങ്ങളെയും അംഗീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി ഒരു കാലത്തും തയ്യാറല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി ഉറച്ചു വിശ്വസിക്കുന്നു ഈ മതമെന്ന് പറഞ്ഞാല് അങ്ങനെ സാമൂഹിക പരതയില്ലാത്ത, സാമൂഹിക ഉള്ളടക്കമില്ലാത്ത ഒന്നാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി മതനിഷേധപരമായ സെക്യൂലറിസത്തെ, മതത്തിന്റെ സാമൂഹിക പരതയെ നിരാകരിക്കുന്ന സെക്യൂരിറ്റയാണ് എതിർത്തത് എന്ന് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി, സെക്യൂലറിസം ചരിത്രത്തിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ച യൂറോപ്പിലാണ് സെക്യൂലറിസം ഉദയം കൊണ്ടത്, മതേതരത്വം ഉദയം കൊണ്ടത്. പക്ഷെ മതേതരത്വം യൂറോപ്പിലും മുസ്ലിം നാടുകളിലും മതേതരത്വം അത് പ്രവർത്തിച്ചത് രണ്ട് വ്യത്യസ്ത ദിശയിലായിരുന്നു, രണ്ട് വ്യത്യസ്ത രൂപത്തിലായിരുന്നു. യൂറോപ്യൻ നാടുകളിൽ സെക്യൂലറിസം എന്ന് പറയുന്ന മതേതരാശയം ഭൂരിപക്ഷ മതത്തിന് കീഴ്പ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്, യൂറോപ്പിൽ മാത്രമല്ല യൂറോപ്പല്ലാത്ത മറ്റ് സമൂഹങ്ങളിലും അത് സംഭവിച്ചു. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് രാക്ഷസനെ പോലെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് രാഷ്ട്രം. സെക്യൂലറിസത്തെ കുറിച്ച് സംസാരിക്കുന്ന രാഷ്ട്രമാണ് ആ രാഷ്ട്രം. മതേതരത്വത്തെ കുറിച്ച് സംസാരിക്കുന്ന രാഷ്ട്രമാണ് ആ രാഷ്ട്രം. ആ രാഷ്ട്രത്തിൽ പക്ഷേ അവിടെ മതേതരത്വം നിലനിൽക്കുന്നുണ്ടോ? ഭൂരിപക്ഷ ജനതയായ യഹൂദ മതവിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, ന്യൂനപക്ഷങ്ങളായ അറബികളുടെയും മുസ്ലിങ്ങളുടെയും പൗരത്വം പോലും റദ്ദ് ചെയ്യുന്ന, മനുഷ്യാവകാശങ്ങൾ പോലും റദ്ദ് ചെയ്യുന്ന ഒരു രാഷ്ട്രമായി സെക്യൂലറിസത്തിന്റെ പേര് പറയുന്ന യഹൂദ രാഷ്ട്രം ഇവിടെ തല ഉയർത്തി നിൽക്കുന്നു. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ആധുനിക കാലഘട്ടത്തിലെ മതരാഷ്ട്രം എന്ന് പറഞ്ഞിട്ട് സയനിസത്തെ എതിർക്കാൻ യൂറോപ്പിലെ എത്ര ബുദ്ധിജീവികൾ മുന്നോട്ട് വരുന്നു? നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. പച്ചയായ മതരാഷ്ട്രം, മതപരമായ വംശീയ ഉള്ളടക്കമുള്ള ഒരു പ്രത്യേക വംശത്തിൽ പിറന്നവന് അവകാശപ്പെട്ടതാണ് ഫലസ്തീനും ഭൂപ്രദേശങ്ങളും എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ പറയുന്ന ഒരു രാജ്യം അവിടെ നിലവിൽ വരികയും ആ രാജ്യത്തിന് ആധുനികതയുടെയും മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മിശിഹാകളായി സ്വയം ഉയർത്തിക്കാട്ടുന്ന ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും അമേരിക്കയും ഒക്കെ എല്ലാവിധ സഹായം നൽകുകയും ചെയ്തിട്ടാണ് 1947
1948 മുതൽ ഇന്ന് വരെയുള്ള നീണ്ട 75 വർഷത്തിലധികമായുള്ള ഈ സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് ആ രാഷ്ട്രം നിലവിൽ വന്നത് എന്ന് കാണാൻ പറ്റും. ഇതാണ് മതേതരത്വം. യഹൂദരാഷ്ട്രമായ സയനിസ്റ്റ് രാഷ്ട്രത്തിൽ മതേതരത്വം ഇങ്ങനെയാണ് പ്രവർത്തിച്ചത്. പാശ്ചാത്യ നാടുകളിൽ മതേതരത്വം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. അമേരിക്കയെ കുറിച്ച് ആരാണ് ഇന്ന് അമേരിക്കയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരു ഭാഗത്ത് സെക്യുലറിസത്തെ കുറിച്ച് സംസാരിക്കുകയും മറുഭാഗത്ത് വളരെ വംശീയവാദികളും അതുപോലെ തന്നെ ഇവാഞ്ചലിക് ക്രിസ്ത്യൻസ് എന്ന് പേരറിയപ്പെടുന്ന ഒരു ന്യൂനപക്ഷം വരുന്ന ഒരു മതവിഭാഗത്തിന്റെ അധികാര താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അമേരിക്കയുടെ ഭീകരനായ പ്രസിഡന്റ് ട്രംപ് വരെയുള്ള ആളുകൾ ഇന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിലും ജർമ്മനിയിലും മതേതരത്വം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? മുസ്ലിം സ്ത്രീകൾക്ക് അവിടെ തലമറക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. മുസ്ലിം സ്ത്രീകൾക്ക് തലമറക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഹോളോകോസ്റ്റിനെ ചോദ്യം ചെയ്യാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല. ചരിത്രത്തിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നടന്ന വംശീയമായ ഉന്മൂലനം അത്ര ഭീകരമായിട്ടൊന്നും നടന്നിട്ടില്ല. അത് അത്ര ഭീകരമായിട്ടില്ല, കുറച്ച് രൂപത്തിലേ നടന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും ജയിലിലടക്കപ്പെടും. ജർമ്മനിയിൽ ഇസ്രയേലിനെതിരായ പ്രകടനം നടത്താനുള്ള സ്വാതന്ത്ര്യം പോലുമില്ല. ഒരർത്ഥത്തിൽ വംശീയ മുൻവിധികളോടുകൂടി ഭൂരിപക്ഷ മതവിശ്വാസികളുടെ ഇഷ്ടത്തിനും അവരുടെ താല്പര്യങ്ങൾക്കും യൂറോപ്പിലെയും അതുപോലെ തന്നെ ഇസ്രയേലിലെയും അമേരിക്കയിലെയും മതേതരത്വം വിധേയപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ മുസ്ലിം നാടുകളിലെ മതേതരത്വം പ്രവർത്തിച്ചത് നേരെ വിപരീത ദിശയിലായിരുന്നു. ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ സാംസ്കാരിക സ്വത്വത്തിനും അവകാശങ്ങൾക്കും നേരെ മതേതരത്വം ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറി. അങ്ങനെയാണ് തുർക്കി എന്ന് പറയുന്ന ഉസ്മാനി ഖിലാഫത്ത് എന്ന് പറയുന്ന 5 നൂറ്റാണ്ടിലധികം മുസ്ലിം ലോകത്തിന്റെ നായക സ്ഥാനത്തുണ്ടായിരുന്ന ഒരു രാജ്യത്ത്, ആ രാജ്യത്ത് മുസ്ലിം സ്ത്രീകൾക്ക് തലമറക്കാനുള്ള അവകാശം നിരാകരിക്കപ്പെട്ടു. പള്ളികളിൽ ബാങ്ക് വിളികൾ മുഴങ്ങിയില്ല. വഖഫ് സ്വത്തുകൾ ഒന്നടങ്കം തന്നെ ഗവൺമെന്റ് കണ്ടെടുത്തു. അറബി ഭാഷ നിരോധിക്കപ്പെട്ടു. എന്തിനധികം തുർക്കി തൊപ്പി, ആ തൊപ്പി പോലും മതത്തിന്റെ ചിഹ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ തൊപ്പി ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടു. മുസ്ലിം നാടായ തുർക്കിയിൽ മതേതരത്വം പ്രവർത്തിച്ചത് ഇങ്ങനെയാണ്. തുനീഷ്യയിൽ മതേതരത്വം പ്രവർത്തിച്ചത് അങ്ങനെയാണ്. മുസ്ലിം നാടുകളിൽ മുസ്ലിങ്ങളുടെ സ്വത്വത്തിനെതിരെ, മുസ്ലിങ്ങളുടെ മതബോധത്തിനെതിരെ, മുസ്ലിങ്ങളുടെ മതവിശ്വാസത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ഒരാശയമായിട്ട് മുസ്ലിങ്ങൾ അവരുടെ സാംസ്കാരിക ചിഹ്നങ്ങൾ കൈയൊഴിക്കണം, അവരുടെ മതത്തെ അവർ വലിച്ചെറിയണം. ഈജിപ്തിൽ ത്വഹ ഹുസൈനെ പോലെയുള്ള ചിന്തകന്മാർ ഈജിപ്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല, അത് ഈജിപ്തനീയതയാണ്, ഫറോവിസമാണ് എന്നൊക്കെ പറഞ്ഞ് ഈജിപ്തിനെയൊക്കെ മാറ്റിമറിക്കാനുള്ള ശ്രമം നടന്ന ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് മുസ്ലിങ്ങളുടെ സാംസ്കാരിക അസ്തിത്വത്തിന് ഭീഷണി ഉയർത്തുന്ന ഒരാശയമെന്ന അർത്ഥത്തിൽ സയ്യിദ് മൗദൂദി മതേതരത്തെ പഠനവിധേയമാക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തത്. ഈ വിശകലനത്തെ, ഈ പഠനത്തെ എതിർത്ത് തോൽപ്പിക്കാനുള്ള മറുപഠനങ്ങളുമായി നിങ്ങൾക്ക് വരാം. ഇതൊന്നും കാണാതെ സയ്യിദ് മൗദൂദി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയരുത്. ഇന്ത്യയിലും മതേതരത്വം എങ്ങനെയാണ് ഇന്ന് വളർന്ന് ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്നത്? ഭൂരിപക്ഷ ജനതയുടെ ചിഹ്നങ്ങളും താല്പര്യങ്ങളും പല സ്വഭാവത്തിലെ മതേതരത്വത്തിന്റെ മറവിൽ ഈ രാജ്യത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ പറ്റുന്നു. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഭിന്നമായി മുസ്ലിം രാജ്യങ്ങളിൽ മതേതരത്വം പ്രവർത്തിച്ചത് വ്യത്യസ്ത രൂപത്തിലായിരുന്നു എന്നും ഇങ്ങനെയുള്ള ഒരു രൂപത്തിൽ നിന്ന് മുസ്ലിം രാജ്യങ്ങളെ രക്ഷിച്ച് മതത്തിൽ നിന്ന് തന്നെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, ആവേശം ഉൾക്കൊണ്ടുകൊണ്ട്, മതപരമായ മൂല്യങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ലോകത്തെ സൃഷ്ടിക്കാനുള്ള സാധ്യതയാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ നോക്കിക്കണ്ടത്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ മത സൗഹാർദ്ദം എന്ന അർത്ഥത്തിലുള്ള മതേതരത്വത്തെ ഒരു കാലത്തും എതിർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവന് നിഷേധിക്കാം, നിങ്ങൾ ആരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, ആർക്കും അവരുടെ മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് മതവിശ്വാസികൾ തമ്മിൽ നിലനിൽക്കേണ്ട സൗഹൃദത്തെക്കുറിച്ചും ആശയവിനിമയത്തെക്കുറിച്ചും നമുക്ക് പരസ്പരം യോജിക്കാൻ പറ്റുന്ന ഒരു സമവാക്യത്തിൽ സമവാക്യം കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് ഹിന്ദുവിനോടും മുസ്ലിമിനോടും ക്രിസ്ത്യാനിയോടുമൊക്കെ സമവായത്തിന്റെ സന്ദേശം അന്വേഷിക്കാനാണ് ഇസ്ലാം
ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ സന്നദ്ധമായത്. ആ അർത്ഥത്തിലുള്ള മതേതരത്വത്തെ ഒരർത്ഥത്തിലും ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നിരാകരിച്ചിട്ടില്ല, ഇന്നും നിരാകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഏറ്റവും അഭിമാനബോധത്തോടുകൂടി ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ഒന്നും അകമ്പടിയില്ലാതെ തന്നെ ഈ നാട്ടിലെ ഹിന്ദുവിനോടും മുസ്ലിമിനോടും സംസാരിക്കാനും സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെടാനും ഇന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിക്കുന്നത് ഈ ഒരർത്ഥത്തിലുള്ള മതസൗഹാർദ്ദം എന്ന അർത്ഥത്തിലുള്ള മതേതരത്വത്തെ ജമാഅത്തെ ഇസ്ലാം ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മതേതരത്വത്തിനെതിരാണ് എന്ന് പറഞ്ഞ് കാടടക്കി വെടിവെക്കാൻ മുന്നോട്ട് വരരുത് സഖാക്കളെ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ പറയാനുള്ളത് ജനാധിപത്യത്തെ കുറിച്ചാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ജനാധിപത്യത്തെ കുറിച്ച് മാർക്സ് എന്ത് പറഞ്ഞു എന്ന് നിങ്ങൾ ആദ്യം പോയി വായിച്ച് പഠിച്ചിട്ട് വരൂ. എന്നിട്ടാകാം നമുക്ക് ജനാധിപത്യത്തെ കുറിച്ചുള്ള സംസാരം. ജനാധിപത്യ വിരുദ്ധമായ സാമൂഹിക ഘടനക്കെതിരെയുള്ള പോരാട്ടമാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ലോകത്തെല്ലാ നാടുകളിലും നടത്തിയത്. പക്ഷെ ജനാധിപത്യത്തിന്റെ മറ്റൊരു വശമുണ്ട്. ജനാധിപത്യത്തിന്റെ രണ്ട് വശങ്ങളെ കുറിച്ച് മൗദൂദി സംസാരിക്കുകയും, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ താല്പര്യങ്ങൾ പരിഗണിക്കുന്ന ഒരു ഭരണ സംവിധാനം വേണമെന്ന അർത്ഥത്തിലുള്ള ജനാധിപത്യം, ആ ജനാധിപത്യം ഇസ്ലാമിലുണ്ട് എന്ന് പറഞ്ഞ് ജനാധിപത്യത്തെ സ്ഥാപിച്ച ആളാണ് മൗദൂദി. പക്ഷെ ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞ് ഭൂരിപക്ഷ ജനതയുടെ താല്പര്യമനുസരിച്ചുകൊണ്ട് മോറൽ ക്വസ്റ്റ്യൻ ഉയർന്നു വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിനാണ് മൗദൂദി പറഞ്ഞത്, മൊറാലിറ്റിയുമായ ചോദ്യങ്ങൾക്ക് ഭൂരിപക്ഷം കൊണ്ട് തീർപ്പിലെത്താൻ സാധ്യമല്ല. ഇവിടെ മദ്യപാനം വേണോ, മയക്കുമരുന്ന് അനുവദിക്കാൻ പറ്റുമോ, യൂത്തനേഷ്യ അഥവാ ദയാവധം പറ്റുമോ, എബോഷൻ ഗർഭഛിദ്രം അനുവദിക്കാൻ പറ്റുമോ, സ്വവർഗ വിവാഹം അനുവദിക്കാൻ പറ്റുമോ, ഈ ചോദ്യങ്ങള് മോറൽ ക്വസ്റ്റ്യൻസ് ആണ്, ധാർമ്മികതയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ഒരു സംവിധാനമാണ് പാർലമെന്റ് എന്ന് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നില്ല. കാരണം മൊറാലിറ്റിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അന്തിമമായ ഉത്തരം നൽകേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം തമ്പുരാനാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. മാർക്സിസ്റ്റുകൾക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ ചീത്ത വിളിക്കാൻ വേണ്ടി അധിക പണിയെടുക്കുന്ന മതനേതൃത്വത്തോടും മതസംഘടനകളിലെ ചില സുഹൃത്തുക്കളോടും എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതിൽ നിന്ന് ഭിന്നമായി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മോറൽ ക്വസ്റ്റ്യൻ, മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് ഭൂരിപക്ഷ ഹിതമനുസരിച്ചാണ് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിയുടെ സ്വരത്തിലല്ല, സ്നേഹത്തിന്റെ ഭാഷയെ പറയാണ്. പക്ഷെ നിങ്ങൾക്ക് സാധ്യമല്ല. പിന്നെ വെറുതെ ജമാഅത്തെ ഇസ്ലാമി വിമർശനവുമായി ഇങ്ങനെ നടക്കാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമി ഈ ചരിത്രഘട്ടത്തിലെ ഒരു ജനതയുടെ ആവേശകരമായ തീർപ്പുകൾക്കും തീരുമാനങ്ങൾക്കും അതിന് പിന്തുണ നൽകിയ ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് കഴിഞ്ഞ 75 വർഷമായി പ്രവർത്തിക്കുമ്പോൾ ഈ സ്വഭാവത്തിനാണ് പ്രവർത്തിച്ചത്. ഭീകര പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഗോൾവാൾക്കറോട് സമീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എനിക്ക് വല്ലാത്ത സഹതാപമുണ്ട് ഗോൾവാൾക്കറോട് മൗദൂദിയെ സമീകരിക്കുന്നത് കാണുമ്പോൾ. എന്താണ് സുഹൃത്തുക്കളെ ഗോൾവാൾക്കറും ജമാഅത്തെ ഇസ്ലാമിയും പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത്, ഇസ്ലാമിന്റെ സാമൂഹിക രാഷ്ട്രീയ തത്വങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹിക ഘടന ഈ നാട്ടിലെ ഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത് ഈ നാട്ടിൽ വരുന്നതിൽ തെറ്റില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നത്. മാർക്സിസ്റ്റുകളും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ലെനിനിസ്റ്റ് മാർക്സിസ്റ്റ് കാഴ്ചപ്പാടനുസരിച്ച് ലെനിനിസ്റ്റ് മാർക്സിസ്റ്റ് തത്വങ്ങൾക്കനുസൃതമായ ഒരു സാമൂഹിക ഘടനയെ കുറിച്ചാണ് മാർക്സിസ്റ്റുകൾ സംസാരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടേതായ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകൾ മുമ്പിൽ വെച്ചുകൊണ്ട് അവരുടേതായ ഒരു രാഷ്ട്രീയ ഘടനയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ നമ്മൾ ഗോൾവാൾക്കറെ കുറിച്ചും ഹിന്ദുത്വത്തെ കുറിച്ചും സംസാരിക്കുമ്പോൾ ഹിന്ദുത്വം സംസാരിക്കുന്നത് അങ്ങനെയാണോ? സവർണ ഫാസിസത്തെ ഇനിയും തിരിച്ചറിയാൻ സാധ്യമാകാതെ സ്കൂൾ കുട്ടികളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിലെ സവർണ ഫാസിസം അത് വംശീയതയിലധിഷ്ഠിതമായ ഒരാശയമാണ്. ഗോൾവാൾക്കറെ ഇന്ത്യയുടെ സനാതന ധർമ്മത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള
ഒരു രാഷ്ട്രീയ ഘടനയെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഇന്ത്യയുടെ കണ്ണിലെ കരടാണ് മുസ്ലിമെന്നും ക്രിസ്ത്യാനിയെന്നും കമ്മ്യൂണിസ്റ്റുകളെന്നും പറഞ്ഞിട്ട് ഇവരെയൊക്കെ പുറന്തള്ളി ഒരു പ്രത്യേക വംശത്തിന്റെ മാത്രം ആധിപത്യമുള്ള ഒരു വംശീയ രാഷ്ട്രീയ ഘടനയെ കുറിച്ചാണ് ഗോൾവാൾക്കർ സംസാരിക്കുന്നത്. ഗോൾവാൾക്കറുടെ ആ രാഷ്ട്രീയ ഘടനയിൽ നിങ്ങൾ എത്ര കാലം ഇന്ത്യയിൽ ജീവിച്ചാലും നിങ്ങൾ സവർണ വംശത്തിൽ പിറക്കാത്തവനാണ് എങ്കിൽ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനാവാൻ സാധ്യമാവുകയില്ല. ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ വിചാരധാരയിൽ ഒരു സിംഹത്തിന്റെയും കുറുനരിയുടെയും കഥ പറയുന്നുണ്ട്. സമയപരിമിതി കാരണം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അമ്മ സിംഹത്തിന്റെ അടുത്ത് അങ്ങനെ വന്നുപെട്ട് സിംഹക്കുട്ടികളോടൊപ്പം ജനിച്ചു വളർന്ന ഒരു കുറുനരിയുടെ കഥയാണ് ആ കഥ. സിംഹക്കുട്ടികളോടൊപ്പം ജനിച്ചു വളർന്ന കുറുനരി ഒരു ദിവസം ഈ സിംഹക്കുട്ടികളോടൊപ്പം കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു വലിയ ആനയെ കണ്ടു. ആനയെ കണ്ട കുറുനരി പേടിച്ച് ഓടി സിംഹത്തിന്റെ അടുത്ത് വന്നു. മറ്റ് സിംഹക്കുട്ടികളാകട്ടെ കുറെ ദിവസമായി നമുക്ക് മര്യാദക്ക് ഒരു ഭക്ഷണം കിട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ആനയെ ചാടി വീണ് ആക്രമിച്ചു. അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ കുറുനരി അമ്മ സിംഹത്തോട് പറയുമ്പോൾ അമ്മ സിംഹം പറയുന്ന ഒരു മറുപടിയുണ്ട്. കാണാൻ ഭംഗിയുള്ളതാണെങ്കിലും എന്റെ പാല് കുടിച്ചിട്ടാണ് വളർന്നതെങ്കിലും ജനിച്ച കുലം ആനയെ കൊല്ലാൻ മാത്രം കഴിവുള്ള കുലമല്ലല്ലോ. ഇതാണ് സഹോദരന്മാരെ ഫാസിസം. ഇതാണ് ഗോൾവാൾക്കറുടെ വംശീയ ആശയം. നിങ്ങൾ ഏത് നാട്ടിൽ പിറന്നാലും, നിങ്ങൾ ഈ രാജ്യത്ത് ജീവിച്ച് ഈ നാടിന്റെ പാല് കുടിച്ച് വളർന്നാലും നിങ്ങൾ ജനിച്ച വംശം അത് സവർണ വംശീയതയിൽ വിശ്വസിക്കുന്ന ഗോൾവാൾക്കറുടെ ഈ വംശത്തിലല്ല എങ്കിൽ, ആര്യ വംശത്തിലല്ല എങ്കിൽ നിങ്ങൾ ഒന്നിനും പറ്റില്ല എന്ന് പറയുന്ന ഒരാശയമാണത്. മാർക്സിസ്റ്റുകളോട് ഞാൻ പറയുന്നു, ഗോൾവാൾക്കറുടെ വിചാരധാരയും മൗദൂദിയുടെ പുസ്തകങ്ങളും മുമ്പിൽ വെച്ച്, ഒപ്പം കാൾ മാർക്സിന്റെ പുസ്തകങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ അതിന് സന്നദ്ധമാണോ എന്നാണ്. ഈ സമീകരണ യുക്തിയിലൂടെയൊന്നും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് ചെറുത്തു തോൽപ്പിക്കാൻ സാധ്യമല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി ജീവിക്കുന്നത് ഈ രാജ്യത്തെ മനുഷ്യരുടെ ഹൃദയത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ജീവിക്കുന്നത് ഈ രാജ്യത്തെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും മതനിഷേധിയുടെയും കമ്മ്യൂണിസ്റ്റുകാരന്റെയും സുഹൃത്തുക്കളായിട്ടാണ്. അവർക്ക് ഈ പ്രസ്ഥാന പ്രവർത്തകരുടെ ജീവിതം നോക്കിക്കൊണ്ട് അവർക്ക് ഈ സംഘടനയെ വിലയിരുത്താൻ പറ്റും. ഞങ്ങളുടെ കൈവശം ഞങ്ങൾ ഒരിക്കലും തന്നെ സ്വന്തം സഹപ്രവർത്തകരെ 51 വെട്ടുകൊണ്ട് കൊലപ്പെടുത്തി അത് മറച്ചു വെക്കാൻ വേണ്ടി മാഷാ അല്ലാഹ് സ്റ്റിക്കറുമായി നടക്കുന്ന ആളുകളല്ല. ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നുറപ്പ് വരുമ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് ഇട്ടുകൊണ്ട് ഇവിടെ വോട്ട് പിടിക്കേണ്ട ഒരു സഹതാപകരമായ അവസ്ഥയും ഞങ്ങൾക്കില്ല. മറിച്ച് ഞങ്ങൾ ജീവിക്കുന്നത് ഈ രാജ്യത്തെ മനുഷ്യരുടെ ഇടയിലാണ്. ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആശയം സയ്യിദ് മൗദൂദിയുടെ ആശയമല്ല, ഉമർ മുഖ്താറിന്റെ മാത്രം ആശയമല്ല, സയ്യിദ് മൗദൂദിയുടെ മാത്രം ആശയമല്ല, അതുപോലെ സൈനുദ്ദീൻ മഖ്ദൂമുമാരുടെ മാത്രം ആശയമല്ല. മറിച്ച് കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായി മനുഷ്യാരംഭം മുതൽ മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ കടന്നു വന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇവിടെ സ്ഥാപിതമായി അങ്ങനെ നീതി പുലരുന്ന ഒരു ലോകം എങ്ങനെയാണ് ഇവിടെ വളർന്നു വരേണ്ടത് എന്ന് ചരിത്രത്തിന് കാണിച്ചു കൊടുത്ത ഉജ്ജ്വലനായ പ്രവാചക വ്യക്തിത്വത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരാശയമാണ് ഈ ആശയം. മനുഷ്യാവകാശത്തെക്കുറിച്ച്, മൗലികാവകാശത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, മനുഷ്യരെല്ലാം സമന്മാരാണ് എന്ന സമഭാവനയുടെ സന്ദേശത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാശയമാണ് ഈ ആശയം. ഈ ആശയത്തെ ഏത് ചരിത്രഘട്ടത്തിലും നിങ്ങളുടെ 1000 വിമർശനങ്ങളുമായി വന്നാലും, നിങ്ങൾ 10,000കണക്കിന് വളണ്ടിയർമാരെ ഇറക്കി ഈ പ്രസ്ഥാനത്തെ പൈശാചികവൽക്കരിക്കാൻ ശ്രമിച്ചാലും ഈ ആശയം ഗംഭീരമുള്ള ഒരാശയമായതുകൊണ്ട് തന്നെ ഈ ആശയം കയ്യിലെന്തിക്കൊണ്ട് അഭിമാനപൂർവം നിങ്ങൾ ഓരോരുത്തരെയും സമീപിക്കാനേ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണ പ്രവർത്തകർക്ക് തന്നെ സാധിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് വളണ്ടിയർമാർ ആവശ്യമില്ല, ഞങ്ങൾക്ക് മാർക്കറ്റിംഗിന് വേണ്ടി ആരെയെങ്കിലും കടമെടുക്കേണ്ടതില്ല. ഏതെങ്കിലും ഞങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്ന, നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്ന ഏതെങ്കിലും സംഘടനയിലെ 2-3 ആളുകളെ കൂലി പ്രഭാഷകരായി
പ്രവർത്തകരായി നിയോഗിക്കേണ്ട ആവശ്യവുമില്ല. ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ, നമ്മുടെ സംവാദം അതിരുകവിയാതിരിക്കണമെന്ന് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇത്രയും പറയേണ്ടി വന്നത് അത്രമാത്രം പൈശാചികവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയെ പൈശാചികവൽക്കരിച്ചുകൊണ്ട് കേരളത്തിൽ ഇസ്ലാം ഭീതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങളെ അത്രമാത്രം ഭീഷണമായ സ്വഭാവത്തിൽ ഇവിടെ നടക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ നടന്നാല് മതേതരത്വത്തിലും മതസൗഹൃദത്തിലും വിശ്വസിക്കുന്ന നിങ്ങളുടെ കോംറേഡ്സ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് കൂടി ഈ സുഹൃത്തുക്കളെ ഉണർത്താൻ ഞാൻ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് യൂഗോസ്ലാവിയ. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റുകാരനായിരുന്ന മാർഷൽ ടിറ്റോവിന്റെ ഉരക്കുമുഷ്ടിക്ക് കീഴിൽ എത്രയോ കാലം സോഷ്യലിസ്റ്റ് ഭരണം നടന്ന പ്രദേശമായിരുന്നു യൂഗോസ്ലോവിയ. സോവിയറ്റ് റഷ്യയുടെ പതനത്തിന് ശേഷം 90കളിൽ ഛിന്നഭിന്നമായി. അവിടെയുള്ള വ്യത്യസ്ത വംശീയ ജനവിഭാഗങ്ങൾ, സെർബുകളും ബോസ്നിയക്കാരും ക്രോട്ടുകളുമൊക്കെ വ്യത്യസ്ത രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഭ്യന്തര സംഘർഷം അവിടെ രൂപപ്പെട്ടു. ഇങ്ങനെ സംഘർഷം രൂപപ്പെട്ടപ്പോൾ സെർബി വംശീയവാദികൾ 90കളിൽ ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും ഭീകരമായ ഒരു കൂട്ടക്കൊലക്ക്, വംശീയ ഉന്മൂലനത്തിന് യൂഗോസ്ലോവിയ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സെർബുകളെ യൂഗോസ്ലോവിയയിലെ ബോസ്നിയൻ വംശജരായ മുസ്ലിങ്ങൾക്ക് നേരെ നടത്തിയ കൂട്ടക്കൊല, മുസ്ലിം സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിക്കൊണ്ടും, ഇന്ന് നമ്മൾ ഗുജറാത്തിൽ കണ്ടുകെട്ടതുപോലെ അവരുടെ വയറ് കീഴി ആ വയറിൽ നിന്ന് കുട്ടികളെ വലിച്ച് പുറത്തെടുത്തിട്ട് മറ്റു പലതിനെയും വയറിൽ നിറച്ച് തുന്നിച്ചേർത്തിട്ട് വരെ അത്രയും ഭീകരമായ സ്വഭാവത്തിലാണ് യൂഗോസ്ലോവിയയിൽ 90കളിൽ വംശീയ ഉന്മൂലനം നടന്നത്. സെർബ് വംശീയവാദികൾ ഈ വംശീയ ഉന്മൂലനം യൂഗോസ്ലോവിയയിൽ നടത്തിയപ്പോൾ ഈ സെർബ് വംശീയവാദികളിൽ പല ആളുകളും മാർഷൽ ടിറ്റോവിന്റെ പിന്നിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നവരായിരുന്നു. ഈ വംശീയ ഉന്മൂലനത്തിന്റെ സന്ദർഭത്തിൽ സെർബ് വംശീയവാദികളായി മാറിയത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഈ ചരിത്രം ഇവിടെ ആവർത്തിക്കരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ടും ഇപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഫാസിസ വിരുദ്ധ പോരാട്ടത്തിലെ നിർണായകമായ ഒരു റോൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇന്ത്യയുടെ ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ അണിചേരണമെന്ന് വിശ്വാസമുള്ളത് കൊണ്ടുമാണ് ഞങ്ങൾ ഈ കാര്യം ഇങ്ങനെ പറയാന് നിർബന്ധിതരായത്. തീർച്ചയായും നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പഠിക്കാം, അന്വേഷിക്കാം, അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളാവാം. മൗദൂദി വിമർശനാതീതനല്ല, ജമാഅത്തെ ഇസ്ലാമിയും വിമർശനാതീതനല്ല. പക്ഷേ മതഭീകരത, ISS പോലെയുള്ള സംഘടന, ഖിലാഫത്ത് ഉണ്ടാക്കാൻ പുറപ്പെട്ട ബഗ്ദാദിയെ പോലെ, അബൂബക്കർ ബഗ്ദാദിയെ പോലെയുള്ള ഒരാളാണ് മൗദൂദി, ഗോൾവാൾക്കറെ പോലെയുള്ള ഒരാളാണ് മൗദൂദി എന്നൊക്കെ പറഞ്ഞ് മൗദൂദിയെയും ജമാഅത്തെ ഇസ്ലാമിയെയും പൈശാചികവൽക്കരിക്കുന്ന പ്രവർത്തനം നിങ്ങൾ നിർത്തണമെന്നാണ് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. പേടി കൊണ്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, സംവാദമാണെങ്കിൽ സംവാദത്തിന്റെ ഭാഷ ഞങ്ങൾക്ക് നന്നായി അറിയാം. ഞങ്ങൾക്കറിയാത്ത ഒരേ ഒരു ഭാഷ ബോംബുണ്ടാക്കുന്ന ഭാഷയും കൊലക്കത്തിയുടെ ഭാഷയുമാണ്. അതുകൊണ്ട് സംവാദത്തിനാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സ്വാഗതമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.